ന്യൂസ് 16 കേരള. പ്രാസംഗികനും കുടുംബ മോട്ടിവേറ്ററും കഥാഗാനരചന അവതരണവും അവതാരകനുമായ നവാസ് പാലേരി ന്യൂസ് 16 ചാനൽ ഡയറക്ടറായ ഹനീഫ CP 16 കുവൈത്തിൽ വെച്ച് അല്പസമയം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നവാസ് പാലേരി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഹനീഫ സാറിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഗൾഫ് പ്രവാസികളുടെ കൂട്ടായി നിൽക്കുന്ന, അവിടെ ഹൃദയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ചാനലാണ് ന്യൂസ് 16. ഇവിടെ GSSന്റെ ഒരു പരിപാടിക്ക് വേണ്ടി, ഗൾഫ് ഇന്ത്യൻ സോഷ്യൽ സർവീസിന്റെ ഒരു പരിപാടിക്ക് വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എന്നോട് ആവശ്യപ്പെട്ടത്. എന്തായാലും പ്രവാസി സുഹൃത്തുക്കൾ എന്നും സ്നേഹിക്കുന്ന, നെഞ്ചോട് ചേർക്കുന്ന ഒരു ന്യൂസ് ചാനലാണ് ന്യൂസ് 16. പ്രവാസികളോടൊപ്പം ചേരുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും പ്രവാസ ലോകത്ത് ഏകാന്ത പതികരായി പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്ന, ഒരു തരത്തിൽ പ്രവാസി എന്ന് പറയുമ്പോൾ പ്രയാസി എന്നാണ് നമ്മൾ അതിൻ്റെ അർത്ഥതലം മനസ്സിലാക്കുന്നത്. പ്രവാസികൾക്ക് എന്നും കൂട്ടായി നിൽക്കുന്നത്, പ്രിയപ്പെട്ടവരോടൊപ്പം ഒരേ റൂമിൽ ജാതിക്കോ മതത്തിനോ നിറത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ ഇടം കൊടുക്കാതെ എല്ലാവരും തോളോട് തോളുരുമ്മി ഒരു കട്ടിലിൽ ഒരു റൂമിൽ ഒന്നായി ഒരു പാത്രത്തിൽ ഉണ്ടുകൊണ്ട് ഒന്നിച്ചുറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ഗൾഫ് രാജ്യത്തുണ്ട്. ഇത് വലിയൊരു സന്തോഷത്തിന് വക നൽകുന്നതാണ്. നമ്മുടെ നാട്ടിൽ മനുഷ്യ മനസ്സുകൾ പരസ്പരം ഭിന്നിച്ചു പോകുമ്പോൾ, പരസ്പരം തെറ്റി നിൽക്കുമ്പോൾ, ഗൾഫ് രാജ്യത്ത് പ്രവാസി സുഹൃത്തുക്കൾ ഒന്നായി ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ, മഴവില്ലിൻ്റെ 7 നിറം പോലെ, സപ്ത സ്വരങ്ങളെ പോലെ ഒന്നായിത്തീരുന്ന വല്ലാത്തൊരു സന്തോഷാവസരം. തീർച്ചയായും ഈ ചാനൽ ന്യൂസ് 16 എന്ന് പറയുന്ന ഈ ചാനൽ ആഗ്രഹിക്കുന്നത് മനുഷ്യ മനസ്സുകളെ ഒന്നായി ചേർക്കുക എന്നുള്ളതാണ്. പ്രവാസികൾക്ക് എന്നും ആശ്വാസമാകുക, നേരിൻ്റെ സത്യസന്ധതയുടെ വാർത്തകൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരുപാട് വർഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ചാനൽ നിരവധി വാർത്തകൾ, അറിയപ്പെടാത്ത വാർത്തകൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് താങ്ങും തണലുമായിട്ടുണ്ട്. ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുന്ന കൈലേസായി ഈ ചാനൽ മാറിയിട്ടുണ്ട്. തീർച്ചയായും ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ, ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികളിലും അതൊരു കലാകാരൻ എന്നുള്ള രൂപത്തിൽ, കലാകാരൻ്റെ ദൗത്യം എന്ന് പറയുന്നത് തിന്മകൾക്കെതിരെ വിരൽ ചൂണ്ടാനും നന്മകൾ സ്ഥാപിക്കാനുള്ള വലിയ ഉദ്ദേശമാണ്. പ്രവാസ ലോകത്ത് നമുക്കറിയാം, 1977 ശേഷം പ്രവാസ ലോകത്തേക്ക് പ്രിയപ്പെട്ടവർ കടന്നു വന്നപ്പോൾ നാട്ടിൽ വലിയ പുരോഗതി ഉണ്ടായി. പ്രവാസികളുടെ വിയർപ്പിൻ്റെ ഗന്ധമാണ് നമ്മുടെ നാട്ടിൽ സുഗന്ധമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ, പുരോഗതിയുടെ പിന്നിൽ പ്രവാസികളുടെ വലിയ കഠിനാധ്വാനത്തിൻ്റെ കഥയുണ്ട് എന്നുള്ളതാണ് വലിയൊരു സത്യം. ആ സത്യം പലരും ചിലപ്പോൾ നമ്മൾ ഓർമ്മിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, പ്രവാസ ലോകത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമുക്കറിയാം, എല്ലാം വിട്ടേച്ചുകൊണ്ട് പ്രിയപ്പെട്ട അമ്മയെ, പ്രിയപ്പെട്ട ഉമ്മയെ, പ്രിയപ്പെട്ട അച്ഛനെ, പ്രിയപ്പെട്ട ഉപ്പയെ, കൂട്ടുകുടുംബത്തെ എല്ലാം വിട്ടേച്ചുകൊണ്ട് ഈ പ്രവാസ ലോകത്തേക്ക് കടന്നു വരുന്ന, ഒരുപാട് പ്രതീക്ഷകളുമായി സ്വപ്നങ്ങളുമായി കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് എന്നും താങ്ങും തണലുമാകുന്നത് ഒരുപാട് കൂട്ടായ്മകളാണ്. സ്നേഹത്തിൻ്റെ നല്ല ഒരുപാട് കൂട്ടുചേരലുകളാണ്. സ്നേഹത്തിൻ്റെ പ്രിയപ്പെട്ട മനസ്സുകളാണ്. സാന്ത്വനമരുളുന്ന പ്രിയപ്പെട്ടവരാണ്. വലിയ സ്വപ്നമാണ് പ്രവാസ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ആ സ്വപ്നങ്ങളൊക്കെ കരിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. അപ്പോഴാണ് ന്യൂസ് 16 എന്ന് പറയുന്ന ചാനൽ, ഈ പ്രിയപ്പെട്ടവരൊക്കെ അവർക്ക് വേണ്ട സഹായങ്ങൾ, അവർക്ക് വേണ്ട ശബ്ദമായി തീരുന്നത്. അപ്പോഴാണ് ഈ ചാനൽ അർത്ഥവത്തായി തീരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സംഗീത ലോകത്ത് പ്രവാസികൾക്ക് സംഗീതം അല്ലെങ്കിൽ പാട്ടുകൾ എന്ത് ഗുണം ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം, ഏകാന്ത പതികരായി റൂമിൽ ഒറ്റക്ക് കഴിഞ്ഞുകൂടുന്ന പ്രവാസികൾക്ക് പാട്ട് വലിയ കാര്യമാകാറുണ്ട്. കടലിൻ്റെ ഇക്കര വന്നോരെ, കൽബുകൾ വെന്ത് പൊരിഞ്ഞോരെ, തെങ്ങുകൾ തിങ്ങിയ നാടിൻ്റെ ഓർമ്മയിൽ മുങ്ങിയ നിങ്ങളുടെ കഥ പറയൂ. അറബിക്കുട്ടികൾ കളിക്കും നേരം മനസ്സിലോർമ്മ വരുമോ? അരളിമരച്ചുവട്ടിലെൻ്റെ കളിപ്പന്തലിൽ വരുമോ?
ഇരമ്പിപ്പാരും വിമാനം കണ്ടാൽ ഇരുമിഴികൾ ഉയർത്തും, അകലെ മിന്നി മറയും വരെ വിതുമ്പിക്കണ്ണീരുതിർക്കും. ഓരോ പ്രവാസികളും അങ്ങനെയാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, എന്തെങ്കിലും വിശേഷങ്ങൾ പറയണോ നാട്ടിൽ? പ്രിയപ്പെട്ടവരോട് പുഞ്ചിരി തൂക്കൊണ്ട് തോളിൽ തട്ടിക്കൊണ്ട് പറയുന്നൊരു വർത്താനമുണ്ട്, എനിക്ക് സുഖാന്ന് പറഞ്ഞേക്ക്. ആ സുഖമാണെന്ന് പറയുന്ന വർത്തമാനത്തിൽ കണ്ണുനീരിന്റെ ചാലുണ്ട്, ഗദ്ഗതത്തിന്റെ വല്ലാത്തൊരു സ്വരമുണ്ട്. പ്രിയപ്പെട്ടവർ ഒന്നടങ്കം സ്നേഹത്തോടുകൂടി യാത്രയാക്കുമ്പോൾ ഒരുപാട് കാലമായി കട്ടിലിന്റെ അടിയിൽ സ്വരൂപിച്ചു വെക്കുന്ന ആ പെട്ടിയിൽ പ്രിയപ്പെട്ടവർക്കുള്ള സമ്മാനങ്ങളാണ്. താനൊന്ന് കുറിച്ചു നോക്കാതെ, താനൊന്ന് രുചിച്ചു നോക്കാതെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് കാലമായി കരുതി വെച്ച സ്വീറ്റ്സുകള്, നട്ട്സുകള്, അണ്ടിപ്പരിപ്പും മുന്തിരിയും മറ്റ് പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ കൊടുക്കുന്ന ഒരുപാട് ഗൾഫ് സാധനങ്ങളും. ഒരുപാട് കാലത്തെ കഠിനാധ്വാനമാണ് പ്രവാസിയുടെ ഈ പെട്ടിയിൽ നിറച്ചിരിക്കുന്നത്. പക്ഷെ നാട്ടിൽ പോകുമ്പോൾ പ്രിയപ്പെട്ടവരൊക്കെ ഈ പെട്ടിയാണ് ലക്ഷ്യമാക്കുന്നത്. പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ഒരു വലിയ വലിയ സമ്പത്തിന്റെ ഒരു ATM മെഷീനായി പ്രിയപ്പെട്ടവർ കണക്കാക്കുകയാണ്. സ്നേഹം അവർക്ക് നമ്മൾ കൊടുക്കാറില്ല. വരുമ്പോൾ ആദ്യമായി ചോദിക്കുന്ന ചോദ്യം എപ്പോഴാണ് വന്നത്, എപ്പോഴാണ് തിരിച്ചു പോകുന്നത് എന്ന ചോദ്യമാണ്. ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ പ്രവാസ ലോകത്തിരിക്കുമ്പോൾ കിനാവ് കാണാറുണ്ട്, സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട അമ്മയെ, പ്രിയപ്പെട്ട ഉമ്മയെ, പ്രിയപ്പെട്ട അച്ഛനെ, പ്രിയപ്പെട്ട ഉപ്പയെ, തൻ്റെ ഭാര്യയെ, തൻ്റെ പ്രിയപ്പെട്ട മക്കളെ അവര് സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവസാനം നേരം പുലരാൻ നേരത്ത് സ്വപ്നം അല്ലെങ്കിൽ ഉറക്ക് തെളിയുമ്പോൾ ഇതൊരു പാഴ്ക്കിനാവാണെന്ന് തോന്നുമ്പോൾ പ്രവാസി അനുഭവിക്കുന്ന പ്രയാസമുണ്ടല്ലോ, അത് വല്ലാത്തതാണ്. അകലക്കിനാവിൻ്റെ ഉമ്മറത്തെന്നം അരികിൽ വായെന്നോതി മാടി വിളിക്കവേ, അത് കേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി, അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി. തിരികെട്ടുപോയ വിളക്കിന്റെ മുന്നിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ. മാറിയ കാലത്തിലേറും പരിഷ്കൃതി പേറുന്ന നീറുന്ന പാവം പ്രവാസികൾ. കോറിയ ചിത്രങ്ങൾ ഓർത്ത് ഞാൻ നിൽക്കവേ ചാറിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ. ഒരു നാളിൽ ഒരു വേള ഞാനും എൻ്റെ അമ്മയും, ഒരു നാളിൽ ഒരു വേള ഞാനും എൻ്റെ ഉമ്മയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി. അതിൽ നിന്നിറങ്ങി വന്നെന്നമ്മ പൊന്നമ്മ അലിവാർന്ന മൊഴികളാൽ കെട്ടിപ്പിടിക്കവേ. അറിയാതെ തേങ്ങിക്കരഞ്ഞു പോയി മരുവിതിൽ അലയുന്ന കാറ്റിനോടിക്കഥ ചൊല്ലവേ. ഒരു ദിനം സർവ സൗഭാഗ്യങ്ങളും പേറി ഒറ്റമകൻ വരുമെന്ന് നിനച്ചും കാത്തുകാത്തൊടുവിൽ മരിച്ചുപോയി ഒരു നോക്ക് കാണുവാൻ കഴിയാത്ത നോവും മുറിവുമായി, കാണുവാൻ കഴിയാത്ത നോവും മുറിവുമായി. പ്രവാസികളുടെ വലിയ ദുഃഖമാണ് ഈ കവിതയിലൂടെ അനാവരണം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവാസികൾ നാട്ടിലേക്ക് പ്രിയപ്പെട്ട അമ്മയെ ഉമ്മയെ കാണാൻ അവസാനം എത്തുന്നത് ICUവിലാണ്, ഹോസ്പിറ്റലിന്റെ ICUവിലാണ്. അവിടെ നിന്നാണ് ഒരുപാട് ദൂരത്ത് നിന്ന് ഒരു നോക്ക് കാണുന്നത് അമ്മയെ ഉമ്മയെ. പ്രിയപ്പെട്ട പ്രവാസികളെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിത്തീരുന്ന ഒരു മെഴുകുതിരിയാണ്, മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന ഒരു മെഴുകുതിരിയാണ്. പ്ലീസ്, നിങ്ങളോട് ഞങ്ങൾക്ക് News 16 എന്ന് പറയുന്ന ഈ ചാനൽ അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ സാമ്പത്തികമായി നിങ്ങൾ അധ്വാനിക്കുമ്പോൾ അതിൽ ഓഹരി നിങ്ങൾക്ക് വേണ്ടി തന്നെ സ്വരൂപിച്ചു വെക്കണം. തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി, മക്കൾ, അവരൊക്കെ നമ്മളെ എപ്പോഴെങ്കിലും കൈയൊഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ഒരു വകുപ്പ് വേണം. 100 രൂപ കിട്ടുമ്പോൾ 2 രൂപ സ്വരൂപിക്കുന്ന ഒരു ചിന്ത പ്രവാസ ലോകത്ത് ഇല്ലാതെ പോകുമ്പോഴാണ്
ആരുമില്ലാതെ പുറങ്കാല കൊണ്ട് പ്രവാസിയെ ചവിട്ടിപ്പുറത്താക്കുന്ന ഒരു രംഗം വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു ഓഹരി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വരൂപിച്ചു വെക്കണമെന്ന വലിയൊരു അഭ്യർത്ഥനയാണ് ഈ ചാനലിലൂടെ എനിക്ക് നടത്താനുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ആരോഗ്യം. വൈകി ഉറങ്ങുന്നു, വൈകി ഭക്ഷണം കഴിക്കുന്നു, കാലത്ത് ഒരുപാട് വൈകി എഴുന്നേൽക്കുന്നു, അതൊക്കെ അനാരോഗ്യകരമായ അവസ്ഥകളാണ്. പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അറ്റാക്കാണ്, സൈലന്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ്, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികൾ അതിവൈകി ഉറങ്ങുന്നു, അതിവൈകി ഭക്ഷണം കഴിക്കുന്നു. മാത്രമല്ല, കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡാണ്. പ്ലീസ്, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത്, ഉറക്കിന് പ്രത്യേക സമയം, ഭക്ഷണത്തിന്റെ പ്രത്യേക സമയം, കഴിക്കുന്ന ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണങ്ങളായിരിക്കുക. മാത്രമല്ല, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിതം സമർപ്പിക്കുമ്പോൾ നിങ്ങളെ മറന്നു പോകരുത്. നിങ്ങൾ ആസ്വാദനം നിങ്ങൾക്ക് വേണം. നിങ്ങൾ നല്ല ഡ്രസ്സ് ഇടണം, നിങ്ങൾ നല്ല മൊബൈൽ ഉപയോഗിക്കണം, നിങ്ങൾ നല്ല സ്ഥിതിവിശേഷത്തിൽ ഈ ഗൾഫ് രാജ്യത്ത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ആസ്വാദനം ഉണ്ടാകണം. നിങ്ങളുടെ ജീവിതം ആസ്വദിക്കണമെന്ന വലിയ സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. അതിനേക്കാളും അപ്പുറത്ത് നിങ്ങൾ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹധർമ്മിണിയെ, പ്രിയപ്പെട്ട മക്കളെ വിളിക്കുമ്പോൾ ഒരു വിളി പ്രിയപ്പെട്ട ഉമ്മാക്ക് നിങ്ങൾ സമർപ്പിക്കണം. ഒരു വിളി പ്രിയപ്പെട്ട അമ്മക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കണം. ഒരു വിളിയിൽ അച്ഛൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. ഒരു വിളിയിൽ പ്രിയപ്പെട്ട ഉപ്പാന്റെ സ്ഥിതിവിശേഷങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം. കാരണം അവർക്കാറുമില്ല. അവരുടെ പ്രാർത്ഥനയാണ്, അവരുടെ കരുതിവെപ്പാണ്, അവരുടെ സൂക്ഷ്മതയാണ് നിങ്ങൾ എന്ന് പറയുന്ന ഓരോ പ്രവാസിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറക്കരുത്. നിങ്ങൾ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, ആരോഗ്യപരമായി, സൗന്ദര്യപരമായി നിങ്ങൾ ഉയരുമ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ അതിൽ നിന്നൊക്കെ താഴ്ന്ന് ഒരു എല്ലും മേലെ വെറും തൊലിയായി മാറുന്ന, കണ്ണുകൾ ഉള്ളിൽ തള്ളി ആരും ശ്രദ്ധിക്കാതെ പോകുന്ന രണ്ട് പാഴ് ജന്മങ്ങളായി പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ഉപ്പയും അച്ഛനും മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി കൂടി നിങ്ങൾ സ്നേഹം, സന്തോഷം സമർപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓരോ പ്രവാസികൾക്കും ഈ ന്യൂസ് 16 എന്ന് പറയുന്ന ചാനൽ എപ്പോഴും ശബ്ദമായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ശബ്ദമാകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. GISS എന്ന് പറയുന്ന ഒരു സംഘടന ജാതി നോക്കാതെ, മതം നോക്കാതെ, നിറം നോക്കാതെ ഈ പ്രവാസ ലോകത്ത് കഴിയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ഇങ്ങോട്ട് കടന്നു വരുന്നത് അതിൻ്റെ വലിയ പോരിശ മനസ്സിലായിക്കൊണ്ടാണ്. ഇന്നലെ ഇവിടെ കുവൈത്തിൽ നടന്ന പരിപാടി തീർച്ചയായും ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് സാന്ത്വനമരുളാൻ, ഗൾഫ് രാജ്യത്ത് സ്ട്രെസ്സായി കഴിഞ്ഞുകൂടുന്ന മനസ്സുകൾക്ക് സാന്ത്വനമാകാൻ, ഹൃദയങ്ങൾ ചേർത്ത് വെക്കാൻ, ഹൃദയങ്ങൾ കോർത്തു വെക്കാൻ വലിയ സന്ദേശമായിട്ടുണ്ട്. ഒന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു ഒന്നാണ്, കുടിക്കുന്ന വെള്ളം ഒന്നാണ്, വസിക്കുന്ന ഭൂമി ഒന്നാണ്, നമ്മുടെ ശരീരയിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ നിറം ഒന്നാണ്, നമ്മുടെ ഹൃദയ താളം ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒന്നാണ്. ഈ ഒരുമയാണ് മഹാബലം. ഇന്ത്യ രാജ്യത്തെ പുറം രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ മഹാശയമുള്ളത് കൊണ്ടാണ്. നിധി വിളയൂമി മഹത്തായ നദിയൊഴുകുന്നോരിന്ത്യ നാട്, നിരവധി വൈവിധ്യത്തിലും അവരിന്ത്യക്കാരൊന്ന്, അവരുടെ നിഗമനമൊന്ന്, ജനമൊന്ന്, ജനനിയുമൊന്ന്. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണു പൂക്കളെ. ഏറെ സഹിച്ച് മൃത്യു വരിച്ചോരെ ഓർക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി അഭിമാനപൂർവം അവരുടെ ജീവൻ പണയം വെച്ചു, അവരുടെ വിരിമാറ് കാട്ടിക്കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷം നമുക്ക് കിട്ടിയത്. മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. ഓരോ മനസ്സുകൾക്കും, ഓരോ മനുഷ്യർക്കും തന്നാലായത് ചെയ്യാനുണ്ട്. ഇവിടെ
ഓരോ ആൾക്കാർക്കും, ഓരോ മേഖലയിലെ ആൾക്കാർക്കും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാത്രമാണ്: സ്നേഹത്തിൻ്റെ, മാനവികതയുടെ, ഐക്യത്തിൻ്റെ വലിയ ബാക്കി പത്രങ്ങളാവുക, ഒരടയാളം ബാക്കി വെക്കാൻ. ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ, ഗൾഫിൽ നിന്ന് യാത്ര പറയുമ്പോൾ മാത്രമല്ല, അവസാനമായി ഈ ലോകത്ത് വിട പറഞ്ഞു പോകുമ്പോൾ ഒരടയാളം, നന്മയുടെ, സ്നേഹത്തിൻ്റെ ഒരു അടയാളം ബാക്കി വെച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്കാകട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. എന്തായാലും ന്യൂസ് 16 ഈ ചാനലിൽ അഭിമുഖം നടത്തിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനും ഈ ചാനലിനും സന്തോഷം അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്മ, സ്നേഹം, ഇഷ്ക്. ഓക്കെ സാർ, ഇത്രയും സമയം ന്യൂസ് 16 സഹകരിച്ചതിന്, വളരെ ഇത്രയും തിരക്കിനിടയിലും ന്യൂസ് 16 സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷം. ന്യൂസ് 16 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സാർ. ക്യാമറമാൻ VA കരീം മാടയോടൊപ്പം ഹനീഫ CP 16. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.